Okay, students, we are going to start the new chapter, Principles of Inheritance and Variation. Inheritance. എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷനിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിനെ അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ദെൻ വേരിയേഷൻസ്. ഒരു പാരന്റിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ് ഉണ്ടാവുന്ന ഡിഫറൻസസ്, ആ വേരിയേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ first we are going to study Mendel's laws of inheritance. ഗ്രിഗർ മെൻഡൽ എന്ന സയന്റിസ്റ്റ് നടത്തിയ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സും ആ എക്സ്പെരിമെന്റ്സ് കഴിഞ്ഞ് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത 3 ലോസും ആണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ജസ്റ്റ് സീ ദ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്. ഈ ചാപ്റ്ററിൽ മൊത്തം നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഫിനിഷൻസ് ആണ് അതൊക്കെ കേട്ടോ. ജെനറ്റിക്സ്. എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഇൻഹെറിറ്റൻസിനെ കുറിച്ച്, ഹെറിഡിറ്റിനെ കുറിച്ച്, വേരിയേഷനെ കുറിച്ച്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തലമുറയിൽ നിന്ന് മറ്റു തലമുറയിലേക്കുള്ള ആ കൈമാറ്റത്തിനെ ഹെറിഡിറ്റി എന്ന് പറയുന്നു. വേരിയേഷൻ, ആ ഡിഫറൻസസ്, ഇതിനൊക്കെ കുറിച്ചുള്ള സ്റ്റഡി ആണ് ജെനറ്റിക്സ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സ്റ്റഡി ഓഫ് ജീൻസ് ആൻഡ് ക്രോമസോംസ്, അതും ജെനറ്റിക്സ് എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പാരൻസ് ടു പ്രോജനി. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുക, ആ ഇതിനെ നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. ദെൻ വാട്ട് ഈസ് വേരിയേഷൻ? ഡിഫറൻസ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് ഓഫ്സ്പ്രിങ്. പാരന്റും ഓഫ്സ്പ്രിങ്ങും അടുത്ത തലമുറയിലുള്ള ആളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നു. ദെൻ വാട്ട് ഈസ് എ ക്യാരക്ടർ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇറ്റ്സ് എ ക്യാരക്ടർ അല്ലേ? സ്കിൻ കളർ, ഐ കളർ, നമ്മുടെ ലെങ്ത്, ഹൈറ്റ്, ഇതെല്ലാം ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സ് ഒരു ജനറേഷനിൽ നിന്ന്, ഒരു പാരന്റിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ പറ്റുന്നതാണ്. ദെൻ ട്രെയ്റ്റ്. ഒരു ക്യാരക്ടറിന്റെ ഡിഫറെന്റ് വേരിയൻസിനെ ട്രെയ്റ്റ് എന്ന് പറയുന്നു. അപ്പൊ ഐ കളർ എന്നൊരു ക്യാരക്ടറാണ് അല്ലേ? അതിൽ ബ്രൗൺ ഐ ഉണ്ട്, ബ്ലൂ ഐ ഉണ്ട്, ബ്ലാക്ക് ഐ ഉണ്ട്. അപ്പൊ അതൊക്കെ വേരിയൻസ് ആണ്. അതിനെല്ലാം ട്രെയ്റ്റ് എന്ന് പറയുന്നു. ദെൻ അലീൽസ്, ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് എ ജീൻ. ഒരു ജീനിന് 2 അലീൽസ് ഉണ്ട്. ആ 2, ഇപ്പോൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഒരു ജീനിന്റെ 2 അലീൽസ് ആണ്. സോ അതിനെയാണ് അലീൽസ് എന്ന് പറയാം. ദെൻ അലീൽസ് സിമിലർ ആണെങ്കിൽ ആ കണ്ടീഷനെ ഹോമോസൈഗസ് എന്ന് പറയുന്നു. അലീൽസ് ഡിസിമിലർ ആണെങ്കിൽ, ഒരു ജീനിലുള്ള അലീൽസ് ഡിസിമിലർ ആണെങ്കിൽ അതിനെ ഹെട്രോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഹോമോസൈഗസ് ക്യാപിറ്റൽ ടി, ഇത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ദെൻ ഡോമിനന്റ് ക്യാരക്ടർ. ഹെട്രോസൈഗസ് കണ്ടീഷൻ കണ്ടു നമ്മൾ അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ്ഡ് ആവുന്നത് അതിന് ഡോമിനന്റ് ക്യാരക്ടർ എന്നും, ഏത് ക്യാരക്ടറാണോ സപ്രസ്ഡ് ആവുന്നത് അതിനെ റിസസീവ് ക്യാരക്ടർ എന്നും പറയുന്നു. ഡോമിനന്റ് ക്യാരക്ടർ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു, റിസസീവ് ക്യാരക്ടർ എപ്പോഴും സ്മോൾ ലെറ്ററിൽ എഴുതുന്നു. ദെൻ ഫീനോടൈപ്പ്, ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ, അതായത് ടോൾനെസ്, അതിന് ഫിസിക്കലി എക്സ്പ്രസ്ഡ് ആവണം. ഹൈറ്റ് നമുക്ക് കണ്ടറിയാം അല്ലേ? ആ ഫിസിക്കൽ എക്സ്പ്രഷനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ആ ഫീനോടൈപ്പിന്റെ ജനറ്റിക് മേക്കപ്പ് എങ്ങനെയാണ്? അത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എങ്ങനെയാണോ അതിനെ അതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നു. ദെൻ വാട്ട് ഈസ് എ ഹൈബ്രിഡ്? ആൻ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ്ഡ് ബൈ മേറ്റിംഗ് ഓഫ് ജനറ്റിക്കലി അൺലൈക്ക് പാരൻസ്. ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരൻസ് ക്രോസ് ചെയ്തിട്ടുണ്ടാവുന്ന ഇൻഡിവിജ്വലിനെ ഹൈബ്രിഡ് വെറൈറ്റീസ് പ്ലാന്റ്സിൽ, അനിമൽസിലൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് വി ക്യാൻ സി ഹു ഈസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്. ആക്ച്വലി ചാപ്റ്ററിന്റെ ഹെഡിങ് പറയുന്ന നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ജനറ്റിക്സ് എന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ജനറ്റിക്സ് എന്ന ഒരു പഠനശാഖ ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഗ്രിഗർ മെൻഡൽ. സോ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്. ഗ്രിഗർ മെൻഡൽ നടത്തിയ എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. മെൻഡൽ കണ്ടക്ടഡ് സം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ഓൺ ഗാർഡൻ പീസ്. എക്സ്പെരിമെന്റിന് അദ്ദേഹം യൂസ് ചെയ്തത് ഗാർഡൻ പീസ് ആണ്. പിസം സറ്റൈവം എന്ന സയന്റിഫിക് നെയിം. ഗാർഡൻ പീസിലാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയത്. ഒരു 7 വർഷത്തോളം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. 1856 തുടങ്ങി 1863 വരെ അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തി.
ഇനി എങ്ങനെയാണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റിന് വേണ്ടി പീ പ്ലാന്റ്സിനെ എടുത്തത്, എങ്ങനെയാണത് ക്രോസ് ചെയ്തത്? സെലക്ഷൻ ഓഫ് 2 പീ പ്ലാന്റ്സ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. 2 പീ പ്ലാന്റ്സ് കോൺട്രാസ്റ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള 2 പീ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തു. ഇനി ഒരു പ്ലാന്റിൽ നിന്ന്, ഫീമെയിൽ പാരന്റ് പ്ലാന്റിൽ നിന്ന്, ഫീമെയിൽ ആയിട്ട് കണക്കാക്കുന്ന പ്ലാന്റിൽ നിന്ന് ആന്തേഴ്സ് റിമൂവ് ചെയ്തു. എന്തിനാ വേണ്ടിയാ? സ്വയം ആയിട്ട് പോളിനേഷൻ നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേറൊരു മെയിൽ പാരന്റിന്റെ പോളൻ ഗ്രെയിൻസ് ഈ ഫീമെയിൽ പാരന്റിന്റെ ആന്തറിൽ കൊണ്ടുവച്ചു. ആന്തേഴ്സിലല്ല, ഫീമെയിൽ പാരന്റിൽ കൊടുത്തു. ആന്തേഴ്സ് ഓൾറെഡി റിമൂവ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിലെ പീ പ്ലാന്റിനെ സെലക്ട് ചെയ്തു, അതിനെ ഇമാസ്കുലേറ്റ് ചെയ്തു, ആന്തേഴ്സ് റിമൂവ് ചെയ്തു. ആന്തർ റിമൂവ് ചെയ്ത പാരന്റ് ഫീമെയിൽ ആണ്, ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് കണക്കാക്കി. ഇനി ആ ഫീമെയിൽ പ്ലാന്റിലേക്ക് മെയിൽ പ്ലാന്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കൊണ്ടുകൊടുത്തു. നോർമലി അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും, ക്രോസ് പോളിനേഷൻ ആണ് നടക്കുക. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അത് സീഡ് ഫോം ചെയ്യുന്നു, ആ സീഡ് കളക്ട് ചെയ്ത് വളർത്തി, നട്ട് വളർത്തി. അപ്പോൾ അടുത്ത തലമുറ അദ്ദേഹത്തിന് കിട്ടി. ഇതാണ് അദ്ദേഹം ചെയ്ത സ്റ്റെപ്സ്. എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഇതാണ് ചെയ്തത്. അപ്പോൾ ഈ എക്സ്പെരിമെന്റിന് അദ്ദേഹം 7 ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ് സെലക്ട് ചെയ്തത്. 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് ഉള്ള 7 വെറൈറ്റീസ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ക്യാരക്ടേഴ്സ്, ബ്രീഡിങ്ങിന് യൂസ് ചെയ്ത ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. പീ പ്ലാന്റിൽ തന്നെ സ്റ്റെം ഹൈറ്റ്, ഫ്ലവറിന്റെ പൊസിഷൻ, ഫ്ലവർ കളർ, പോഡ് ഷേപ്പ്, പോഡിന്റെ ഷേപ്പ്, പോഡിന്റെ കളറ്. പോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് പയറുമണി ഉണ്ടാവുക, ആ പുറത്തെ ഭാഗത്തിനെ പോഡ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിലെ സീഡ്, സീഡിന്റെ ഷേപ്പ്, സീഡിന്റെ കളർ. ഇങ്ങനെ 7 ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം, ക്യാരക്ടേഴ്സിൽ ഡിഫറൻസ് ഉള്ള പ്ലാന്റ്സിനെയാണ് ബ്രീഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ചെയ്ത ഫസ്റ്റ് ക്രോസ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. വാട്ട് ഈസ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്? എ ക്രോസ് ഇൻവോൾവിംഗ് 2 പ്ലാന്റ്സ് ഡിഫറിംഗ് ഇൻ 1 ക്യാരക്ടർ പെയർ. ഒരു പെയർ ക്യാരക്ടറിൽ ഡിഫറൻസ് ഉള്ള, ഒരു പെയർ ക്യാരക്ടറിൽ മാത്രം ഡിഫറൻസ് ഉള്ള 2 പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ ക്രോസിനെ മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ മീൻസ് 1. സോ ഹിയർ ദ പാരന്റ്സ് ആർ ഡിഫറെന്റ് ഓൺലി ഇൻ 1 പെയർ ഓഫ് ക്യാരക്ടർ. ഇവിടെ ടോൾനെസ്, ഹൈറ്റിലാണ് ഡിഫറൻസ് അല്ലേ? ഒന്ന് ടോൾ പ്ലാന്റ് ആണ്, ഒന്ന് ഡ്വാർഫ് പ്ലാന്റ് ആണ്. ഹൈറ്റിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അങ്ങനെയുള്ള 2 പ്ലാന്റ്സിനെ അദ്ദേഹം ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ ബാക്കിയുള്ള 7 ക്യാരക്ടേഴ്സും അദ്ദേഹം ക്രോസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ഒന്നിലും ആ പ്ലാന്റ്സ് തമ്മിൽ ആകെ ഒരു ക്യാരക്ടറിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. ക്രോസ് ചെയ്തപ്പോൾ ആദ്യത്തെ ക്രോസിൽ അദ്ദേഹത്തിന് കിട്ടിയത് ഹോമോസൈഗസ് ടോൾ പ്ലാന്റിനെ ഹോമോസൈഗസ് ഡ്വാർഫ് പ്ലാന്റ് ക്രോസ് ചെയ്തു. അപ്പോൾ അടുത്ത ജനറേഷനിലേക്കുള്ള ഗാമേറ്റ്സ് ക്യാപിറ്റൽ ടി ആണ് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയത്. ഒരു ടൈപ്പ് ഗാമേറ്റേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഇവിടെയും ഒരു ടൈപ്പ് ഗാമേറ്റേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഗാമേറ്റ്സ് ക്രോസ് ചെയ്ത് കിട്ടിയ ഫസ്റ്റ് ജനറേഷൻ എങ്ങനെയായിരുന്നു? ടോളായിരുന്നു, പക്ഷേ ഹെട്രോസൈഗസ് ടോൾ ആയിരുന്നു. ഇത് ഹോമോസൈഗസ് ടോൾ ആയിരുന്നെങ്കിൽ മറ്റത് ഹെട്രോസൈഗസ് ടോൾ ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ. ഇനി ഹെട്രോസൈഗസ് ടോൾ പ്ലാന്റിനെ സെൽഫ് ചെയ്യാൻ വിട്ടു. അവർ തമ്മിൽ അവരുടെ നോർമൽ പോളിനേഷൻ വഴി ക്രോസിംഗ് നടന്നു. അതിനുശേഷം കിട്ടിയ ഗാമേറ്റ്സ്, ഹെട്രോസൈഗസ് ടോളിൽ നിന്ന് 2 തരം ഗാമേറ്റ്സ് ഉണ്ടാവാം, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഇവിടെയും 2 തരം ഗാമേറ്റ്സ്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ക്രോസിംഗ് ഒരു കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് റെജിനാൾഡ് സി പ്യൂണറ്റ് എന്ന സയന്റിസ്റ്റ് ഒരു പ്യൂണറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ചെക്കർ ബോർഡിലാണ് ഈ ക്രോസിംഗ് നടക്കുക. സോ ചെക്കർ ബോർഡിലാണ് ക്രോസിംഗ് ചെയ്തിരിക്കുന്നത്. ഒരു പ്ലാന്റിന്റെ ഗാമേറ്റ്സ് മുകളിലും ഒരു പ്ലാന്റിന്റെ ഗാമേറ്റ്സ് സൈഡിലും എഴുതി. ഇനി ഒരു റോവും ഒരു കോളവും അങ്ങനെ നോക്കിയിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ടി ഇവിടെ നിന്ന് വന്നത്, ഈ ടി ഇതിൽ നിന്ന് വന്നത്. ഇവിടെ ക്യാപിറ്റൽ ടി, ഈ ലൈനിൽ ക്യാപിറ്റൽ ടി ആയതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. ഹിയർ ഇത് ക്യാപിറ്റൽ ടി, മുകളിലത്തെ ക്യാപിറ്റൽ ടി, ഇത് സ്മോൾ ടി, ഇത് സ്മോൾ ടി, സ്മോൾ ടി. അപ്പോൾ 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റുമാണ് F2 ജനറേഷനിൽ കിട്ടിയത്. 3 ടോൾ പ്ലാന്റും ഒരു ഡ്വാർഫ് പ്ലാന്റും. അപ്പോൾ ടോൾ പ്ലാന്റിന് ഡിഫറൻസ് ഉണ്ട്. ഒരു ടോൾ പ്ലാന്റ് മാത്രമേ ഹോമോസൈഗസ് ഉള്ളൂ, 2 ടോൾ പ്ലാന്റ്സ് ഹെട്രോസൈഗസ് ആണ്, ഒരു ഡ്വാർഫ് പ്ലാന്റ് ഹോമോസൈഗസ്. ഇതാണ് കിട്ടിയ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടിൽ നിന്ന് മനസ്സിലായി മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ, അതായത് പുറമേ നമുക്ക് കാണുമ്പോൾ റേഷ്യോ എങ്ങനെയാ? 3 ടോളും ഒരു ഡ്വാർഫാണ്. അപ്പോൾ 4 എണ്ണത്തിൽ 3 ടോളും ഒരു ഡ്വാർഫും. സോ 3:1 ആണ് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ. സോ ഇറ്റ് ഈസ് കോൾഡ് മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയാണ്? ഹോമോസൈഗസ് ടോൾ ക്യാപിറ്റൽ ടി എന്ന് ഒരെണ്ണേ ഉള്ളൂ അല്ലേ? അപ്പോൾ 1, ഇത് 2 എണ്ണം, സോ 2, ഇത് ഒരെണ്ണം, സോ 1:2,
2:1. അപ്പോൾ അത് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ. അപ്പോൾ 2 റേഷ്യോ നമുക്ക് കിട്ടി. ഇത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ഗ്രിഗർ മെൻഡലാണ്. അദ്ദേഹത്തിന് കിട്ടിയ റേഷ്യോസ് ആണ്. റേഷ്യോ എടുക്കുന്ന രീതിയാണ് പറഞ്ഞത്. ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് എങ്ങനെയാണോ ചെടി വളരുമ്പോൾ കാണുക എക്സ്പ്രസ്ഡ് ആവുന്ന അതേ രീതിയിൽ റേഷ്യോ എടുക്കാം. 3 ടോളായിട്ടുള്ള പ്ലാന്റും ഒരു ഡ്വാർഫും കിട്ടി. സോ ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് 3:1. ഇനി അതിന്റെ ജീനോടൈപ്പ് നോക്കിയാൽ 3 ടോളാണെങ്കിലും ഒരെണ്ണം മാത്രമേ ഹോമോസൈഗസ് ടോൾ ഉള്ളൂ. ബാക്കി 2 ഹെട്രോസൈഗസ് ടോൾ ആണ്. ഒരെണ്ണം ഹോമോസൈഗസ് ഡ്വാർഫ് ആണ്. അപ്പോൾ 1:2:1. ദിസ് ഇസ് ദ മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. ഇതാണ് ഗ്രിഗർ മെൻഡലിന് കിട്ടിയ റിസൾട്ട്. ഈ ഡിഫറെന്റ് നമ്മൾ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്തു എന്ന് പറഞ്ഞില്ലേ ഗ്രിഗർ മെൻഡൽ. ആ 7 ക്യാരക്ടേഴ്സ് വെച്ചിട്ടും അദ്ദേഹം ഈ ക്രോസ് ചെയ്തിരുന്നു. ഈ ക്രോസ് നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ചില ഫാക്ടേഴ്സ് പാരന്റിൽ നിന്ന് ഓസ്പ്രിങ് അടുത്ത തലമുറയിൽ കിട്ടുന്ന അതിനെ ഓസ്പ്രിങ് എന്നാ പറയുക, അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. ഫാക്ടേഴ്സ്, അദ്ദേഹം ഫാക്ടേഴ്സ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. പക്ഷെ ഈ ഫാക്ടേഴ്സ് ആണ് പിൽക്കാലത്ത് നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്. F2 പ്ലാന്റ്സിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടി മനസ്സിലായി. എപ്പോഴൊക്കെയാണോ ഡ്വാർഫായിട്ട് പ്ലാന്റ് ഇരിക്കുന്നത്, ആ ഡ്വാർഫ് നേച്ചർ അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഡ്വാർഫ്നെസ് എക്സ്പ്രസ്ഡ് ആവുന്നത് എപ്പോഴും അത് ഹോമോസൈഗസ് കണ്ടീഷനിൽ മാത്രമേ എക്സ്പ്രസ്ഡ് ആവുന്നുള്ളൂ. അതും അദ്ദേഹത്തിന് ഈ ക്രോസിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഈ ക്രോസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഡിറൈവ് ചെയ്ത ലോസ് കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും. ബാക്ക് ക്രോസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബാക്കിലേക്ക് ക്രോസ് ചെയ്യുക. അതായത് കിട്ടിയ ഇൻഡിവിജ്വലിനെ അതിൻ്റെ ഒരു പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്ന ബാക്ക് ക്രോസ് എന്ന് പറയുന്നു. ഇനി കിട്ടിയ ഇൻഡിവിജ്വലിനെ അതിൻ്റെ റിസസീവ് പാരന്റായിട്ട് മാത്രം ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നു. ടെസ്റ്റ് ക്രോസിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ ജീനോടൈപ്പ്. ഒരു പ്ലാന്റിന്റെ ജീനോടൈപ്പ് അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ക്രോസ് ഉപകരിക്കും. സോ ടെസ്റ്റ് ക്രോസിന്റെ സിഗ്നിഫിക്കൻസ് ഇതാണ്, helps to find out the unknown genotype. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ, ഈ ഒരു ഈ പ്ലാന്റിന്റെ ജീനോടൈപ്പ് അറിയില്ല, ഇറ്റ് ഇസ് അൺനോൺ ജീനോടൈപ്പ്. അപ്പോൾ 2 പോസിബിലിറ്റീസേ ഉള്ളൂ. വയലറ്റ് കളർ ഒന്നുകിൽ ഹോമോസൈഗസ് ആവാം, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പോൾ ഹോമോസൈഗസ് ആണെങ്കിൽ അത് റിസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടേണ്ടത്. എങ്ങനെയാണ് റിസൾട്ട്? എല്ലാ അത് കഴിഞ്ഞ് കിട്ടുന്ന പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് എല്ലാം വയലറ്റ് കളർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ അൺനോൺ പ്ലാന്റിന്റെ ഫിനോടൈപ്പ് കാണുന്നുണ്ട്. ജീനോടൈപ്പ് ക്യാപിറ്റൽ W ആയിരിക്കും. ഇനി ഇതാണ് ഈ റിസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടണമെങ്കിൽ പകുതി പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സ് വയലറ്റ് കളറും പകുതി പ്ലാന്റ്സിന്റെ ഫ്ലവർ വൈറ്റ് കളറും ആണെങ്കിൽ ഈ അൺനോൺ ജീനോടൈപ്പ് ഉള്ള പ്ലാന്റിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ W സ്മോൾ w, അത് ഹെട്രോസൈഗസ് കണ്ടീഷനിലായിരിക്കും. ഇങ്ങനെയാണ് ടെസ്റ്റ് ക്രോസ് വെച്ചിട്ട് അൺനോൺ ജീനോടൈപ്പ് കണ്ടുപിടിക്കുക. 2 പോസിബിലിറ്റീസ് ഉപയോഗിക്കുക. ഇനി ഈ ഫസ്റ്റ് മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയതിൽ നിന്ന് കിട്ടിയ ഫാക്ട്സ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഫസ്റ്റ് ലോ പ്രപ്പോസ് ചെയ്തത്, ലോ ഓഫ് ഡോമിനൻസ്. ലോ ഓഫ് ഡോമിനൻസിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ ജീൻസ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർസ്. ഫാക്ടേഴ്സ് എപ്പോഴും പെയറിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ? ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി. ഇതൊരു പെയറിലാണ് എപ്പോഴും കാണുക. ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വൺ മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ്സ് ദ അതർ. ഒരു മെമ്പർ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഒരു മെമ്പർ മറ്റേതിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഡോമിനേറ്റ് ചെയ്യുന്നതിന് ഡോമിനന്റ് എന്നും ഡോമിനേറ്റ് ചെയ്യാത്തതിന് അല്ലെങ്കിൽ സപ്രസ്ഡ് ആവുന്നതിന് റിസസീവ് എന്നും പറയുന്നു. ഇതാണ് ലോ ഓഫ് ഡോമിനൻസിന്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ദെൻ സെക്കൻഡ് ലോവും മോണോഹൈബ്രിഡ് ക്രോസിന് ശേഷം പ്രപ്പോസ് ചെയ്തു, ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് എന്താണ്? ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ ദ ഫാക്ടേഴ്സ് ഓഫ് എ ക്യാരക്ടർ പെയർ present in parents segregate from each other such that a gamete receives only one of the 2 factors. അപ്പോൾ ഇത് പാരന്റിലുള്ള ഈ ടോൾനെസ്സിനെ സൂചിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഇത് പെയറിലാണ് കാണുക. ഈ പാരന്റിൽ നിന്ന് ഗാമേറ്റ് ഫോം ചെയ്യുമ്പോൾ ഈ പാരന്റിൽ നിന്നുള്ള ഈ ഫാക്ടേഴ്സിന്റെ ഒരെണ്ണമേ ഒരു ഗാമേറ്റിലേക്ക് പോകുള്ളൂ. അതായത് ഫാക്ടേഴ്സ്
ഫാക്ടേഴ്സിന്റെ പെയർ സെഗ്രിഗേറ്റഡ് ആവുന്നു, സെപ്പറേറ്റഡ് ആവുന്നു. ഇത് പാരന്റിൽ ഇത് രണ്ടും പെയറിലാണ് കാണുന്നതെങ്കിൽ ഇതിൽ ഒരെണ്ണം ഒരു ഗാമേറ്റിലും ഒരെണ്ണം അടുത്ത ഗാമേറ്റിലേക്കും പോകുന്നു. ഇതാണ് പറഞ്ഞത്. സോ ഗാമേറ്റ് ഫോർമേഷൻ നടക്കുമ്പോൾ പെയറിലുള്ള ഫാക്ടേഴ്സിന്റെ ഒരെണ്ണം ഒരു ഗാമേറ്റിലേക്കും ഒരെണ്ണം അടുത്ത ഗാമേറ്റിലേക്കും പോകുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റഡ് ആവുന്നു. അപ്പോൾ ഹോമോസൈഗസ് പാരന്റ് ആണെങ്കിൽ ഒരേ ടൈപ്പ് ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹെട്രോസൈഗസ് പാരന്റ് ആണെങ്കിൽ 2 തരം ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി 2 ജീൻസ് തമ്മിൽ 2 ക്യാരക്ടേഴ്സ് ഡിഫറൻസ് ഉള്ള പാരന്റ്സിനെ ക്രോസ് ചെയ്യുന്നു. അത് ഈസ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ 2 ജീൻസിന്റെ ഇൻഹെറിറ്റൻസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. It is a cross between 2 parents differing in 2 pairs of contrasting characters. അപ്പോൾ ഇവിടെ അദ്ദേഹം നടത്തിയ ക്രോസ് ബിറ്റ്വീൻ പീ പ്ലാന്റ് വിത്ത് റൗണ്ട് ഷേപ്ഡ് ആൻഡ് യെല്ലോ കളേർഡ്, റൗണ്ടും യെല്ലോവും ആയിട്ടുള്ള സീഡ്സ് ഉള്ള ഒരു പീ പ്ലാന്റിനെ റിങ്കിൾഡ് ഷേപ്പ്, കണ്ട ചുളുങ്ങിയ ഒരു തോടുകളാണ് അതിൻ്റെ, ആൻഡ് ഗ്രീൻ കളറാണ്. ഇവിടെ റൗണ്ട് യെല്ലോ ആണ്, ഇത് റിങ്കിൾഡ് ഗ്രീൻ ആണ്. ഇങ്ങനെ അദ്ദേഹം ക്രോസ് ചെയ്തു. അപ്പോൾ 2 ക്യാരക്ടേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ക്രോസിനെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ആദ്യത്തെ പാരന്റിൽ നിന്ന്, അതായത് ക്യാപിറ്റൽ ആർ റൗണ്ടിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ആർ ഡോമിനന്റ് ആണത്. യെല്ലോ കളറിനെ, സീഡിന്റെ യെല്ലോ കളറിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ വൈ. അപ്പോൾ ഇത് ഹോമോസൈഗസ് കണ്ടീഷനിലാണ്. അതിൽ നിന്ന് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും ഒരു ഗാമേറ്റിലേക്ക് പോയി. ഇവിടെയാണെങ്കിലോ ഹോമോസൈഗസിൽ റിങ്കിൾഡ് ഗ്രീൻ ആണ്. അപ്പോൾ റിസസീവ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് സ്മോൾ ലെറ്ററിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഒരു സ്മോൾ ആറും ഒരു സ്മോൾ വൈയും ഗാമേറ്റ്സിലേക്ക് പോയി. ഇത് ക്രോസ് ചെയ്ത ഫസ്റ്റ് ജനറേഷൻ കിട്ടുന്നത് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഇതിനെ സെൽഫ് ചെയ്തു, അവർ സ്വയം പോളിനേഷൻ നടന്നോടെ. അപ്പോൾ 4 തരം ഗാമേറ്റ്സ് കിട്ടി. എല്ലാ കോമ്പിനേഷൻസും ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ വൈ ഒരു കോമ്പിനേഷൻ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ അടുത്ത കോമ്പിനേഷൻ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ഒരു കോമ്പിനേഷൻ, സ്മോൾ ആർ സ്മോൾ വൈ ഒരു കോമ്പിനേഷൻ. സോ സിമിലർ ടൈപ്പ് 4 ഗാമേറ്റ്സ് ഇവിടെയും കിട്ടി. പ്യൂണറ്റ് സ്ക്വയറിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പാരന്റിന്റെ മുകളിലും ഒരു പാരന്റിന്റെ സൈഡിലും. അപ്പോൾ ഇതാണ് ക്രോസ് ചെയ്ത് കിട്ടിയ F2 ജനറേഷൻ. F2 ജനറേഷനിൽ 16 ഇൻഡിവിജ്വൽസിനെ കിട്ടി. 16 ഇൻഡിവിജ്വൽസിൽ ഡിഫറെൻറ്റ് ടൈപ്സ്, റൗണ്ട് യെല്ലോ ഉണ്ട്, റൗണ്ട് ഗ്രീൻ ഉണ്ട്, റിങ്കിൾഡ് യെല്ലോ ഉണ്ട്, റിങ്കിൾഡ് ഗ്രീൻ ഉണ്ട്. ഇത്രയും ടൈപ്സ് കിട്ടി. അത് എണ്ണി കഴിഞ്ഞപ്പോൾ മനസ്സിലായി 9 റൗണ്ട് യെല്ലോ, 3 റൗണ്ട് ഗ്രീൻ, 3 റിങ്കിൾഡ് യെല്ലോ, 1 റിങ്കിൾഡ് ഗ്രീൻ. ഇതാണ് കിട്ടിയത്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഫീനോടൈപ്സ് എക്സ്പ്രസ്ഡ് ആയ ക്യാരക്ടേഴ്സിന്റെ റേഷ്യോ 9:3:3:1 ആണ്. സോ ഡൈഹൈബ്രിഡ് ഫിനോടൈപ്പിക് റേഷ്യോ 9:3:3:1. ഇനി ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയായിരിക്കും? ഓരോ ടൈപ്പിനെ ഓരോ രീതിയിൽ എടുക്കുക. അതായത് ക്യാപിറ്റൽ ആർ വൈ വരുന്നത് ഒരെണ്ണേ ഉള്ളൂ. ദെൻ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ 2 എണ്ണം ഉണ്ട്. അങ്ങനെ എല്ലാം ഓരോന്ന് എണ്ണം എടുത്ത് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ കിട്ടി. 1:2:2:1:2:4:2:2:1:2:1. ദിസ് ഇസ് ദ ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. അപ്പോൾ 2 ജീൻസിന് അവിടെ ഇൻഹെറിറ്റൻസ് നടന്നു. ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ ഡൈഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞപ്പോൾ കിട്ടിയ റേഷ്യോസ്, ദാറ്റ് ഈസ് ഡൈഹൈബ്രിഡ് റേഷ്യോ. ഇനി ഈ ഡൈഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞ റിസൾട്ട്സ് വെച്ചിട്ട് അദ്ദേഹം 3rd ലോ പ്രപ്പോസ് ചെയ്തു. ദിസ് ഇസ് ദ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. It states that when more than one pair of characters are involved in a cross, factor pairs independently segregate from the other pair of characters. 2 ക്യാരക്ടേഴ്സിൽ ഡിഫറൻസ് ഉള്ള ഒരു ക്രോസ് ആണെങ്കിൽ ആ ക്യാരക്ടേഴ്സിന്റെ ഫാക്ടേഴ്സ് പെയറിലാണല്ലോ കാണുക. ആ പെയർ സെപ്പറേറ്റ് ആയിട്ടാണ് 2 ഗാമേറ്റ്സിലേക്ക് പോവാന്ന്. എക്സാമ്പിൾ, ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ഓരോ പെയർ കാണിക്കുകയാണ്. അപ്പോൾ അടുത്ത ഗാമേറ്റിലേക്ക് അത് പോകുന്നത് എങ്ങനെ കോമ്പിനേഷനിലാവാം? ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി ഒരുമിച്ച് പോവാം. ഇത് ഒന്നിനോട് ഡിപ്പെൻഡബിൾ അല്ല. അപ്പം എങ്ങനെ വേണമെങ്കിലും കോമ്പിനേഷനിൽ പോവാം. ദെൻ സ്മോൾ എ സ്മോൾ ബി പോവാം, അല്ലെങ്കിലോ ക്യാപിറ്റൽ എ സ്മോൾ ബി പോവാം, സ്മോൾ എ ക്യാപിറ്റൽ ബി പോവാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഫാക്ടേഴ്സ് ഗാമേറ്റ്സിലേക്ക് പോവാം. അത് ഒന്നിനോട് ഒന്ന് ഡിപ്പെൻഡബിൾ അല്ല.
അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. സോ 3 ലോസ് പഠിച്ചു. ഗ്രിഗർ മെൻഡൽ മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും നടത്തിയതിന് ശേഷം പ്രപ്പോസ് ചെയ്ത 3 ലോസ്. ഫസ്റ്റ് ലോ ഓഫ് ഡോമിനൻസ്, സെക്കൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഈ 2 ലോവും പ്രപ്പോസ് ചെയ്തത് മോണോ ഹൈബ്രിഡ് ക്രോസ് ചെയ്തതിന് ശേഷം. തേർഡ് ലോ പ്രപ്പോസ് ചെയ്തത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്തതിന് ശേഷം. സോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ എൻഡ് ചെയ്യാണ്.